Hello dear students, നമ്മൾ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു 31st ജൂലൈന്. ഓക്കെ, അപ്പോൾ കുറച്ച് വേക്കൻസീസ് നല്ലതായിട്ട് കൂടുതലുണ്ട് ഇപ്പോൾ. ഓക്കെ, 10,277 വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് എക്സാം ഡേറ്റ്സ്, പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ പാറ്റേൺ, എക്സാം ഡേറ്റ്സ് എന്നാണ് വരുന്ന നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യേണ്ട ഡേറ്റ് എത്രയാണ്, പിന്നെ നമുക്ക് ഇതിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് എന്താണ്, അതിൻ്റെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, പിന്നെ നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ഏജ് റിലാക്സേഷൻ, എത്ര ഏജുകാർക്ക് എഴുതാൻ പറ്റും, എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എല്ലാ ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ളൊരു ഹോളിസ്റ്റിക് വീഡിയോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സോ ദാറ്റ് ഇറ്റ് വിൽ ഗൈഡ് യു ത്രൂ ദ എൻറ്റയർ പ്രോസസ്. ഓക്കെ, സോ IBPS ക്ലർക്ക് 2025 നോട്ടിഫിക്കേഷൻ വന്നു. വൺ ഓഫ് ദ ഹയസ്റ്റ് നമുക്ക് പറയാം എന്താണ്, ഇപ്പം നല്ല അത്യാവശ്യം വേക്കൻസി വന്നിട്ടുണ്ട്. കേരളത്തിലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. ഓക്കെ, എന്നിട്ട് വേറെ എത്ര സ്റ്റേറ്റുകളിൽ എത്ര വേക്കൻസീസ് ഉള്ളതും ആ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, IBPS നോട്ടിഫിക്കേഷനിൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു നട്ട്ഷെല്ലിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മളിവിടെ പറയുകയാണെങ്കിൽ പോസ്റ്റിൻ്റെ നെയിം CRP CSA 15 എന്നാണ്. അപ്പോൾ CRP ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, CRP എന്ന് പറഞ്ഞാൽ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്, CSA മീൻസ് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്. ഓക്കെ, വേക്കൻസി 10,000 എത്രയാണ് നമ്മൾ പറഞ്ഞാൽ 10,277 വേക്കൻസീസ് ഉണ്ട്. ഇപ്രാവശ്യം ഒരു ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കുറച്ച് എക്സാം പാറ്റേണിൽ, മെയിൻസിൻ്റെ എക്സാം പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഇപ്രാവശ്യം കുറവാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ എത്രയാണ്, 11 ബാങ്ക്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എക്സാം മോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓൺലൈൻ മോഡാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് 2 സ്റ്റേജേ ഉള്ളൂ, പ്രിലിംസും മെയിൻസ്. ഇന്റർവ്യൂ എന്നുള്ള പ്രോസസ്സ് നമ്മളെ ക്ലറിക്കൽ എക്സാംസിന്, നമ്മൾ IBPS ക്ലർക്കിന് ഇല്ല. മെയിൻലി ഉള്ളത് എന്തിനാണ്, PO ആണ് ഇന്റർവ്യൂ പ്രോസസ്സ് ഉള്ളത്. ഇതിൽ ഇന്റർവ്യൂ ഇല്ല. ഇതിൽ പക്ഷേ നമ്മളെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ള സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി എ ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, 20 years to 28 years ആണ്. 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയാണ്. അത് ജനറൽ കാറ്റഗറിക്കാണ്. ഓർമ്മിച്ചിരിക്കുക, ജനറൽ കാറ്റഗറിക്കാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് ഉണ്ട് 3 വർഷം, SC STക്ക് വേറെ 5 വർഷം ഉണ്ട്. പിന്നെ വേറെ അതുണ്ട്, അത് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം. ഓക്കെ, ഏജ് റിലാക്സേഷൻ്റെത്. പിന്നെ ഇവിടെ നമ്മൾ SC ST എന്നിട്ട് PWD ഇവർക്ക് എന്താണ് ഫീസ് വന്നിട്ട് 175 റുപ്പീസ് ആണ്. ജനറൽ കാറ്റഗറി എന്നിട്ട് അതർ കാറ്റഗറീസ്. ഓക്കെ, OBC അവർക്ക് എല്ലാവർക്കും എന്താണ് 850 റുപ്പീസ് ആണ്. 850 റുപ്പീസ് ആണ് ഫീസ് വരുന്നത്. അത്യാവശ്യം നല്ല ഫീസാണ് ഇവർ ചാർജ് ചെയ്യണത്. ഓക്കെ, ഓരോ എക്സാമിന് നല്ല ഒരു ഫീസാണ്. ഓക്കെ, നല്ല മീൻസ് നമുക്ക് നല്ലതല്ല, അവർക്ക് നല്ലതാണ്. ഓക്കെ, ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത് www.ibps.in ഇതിന്റെ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പിന്നെ എക്സാമിന്റെ ബാക്കി പ്രോസസ്സ്, ദാറ്റ് ഈസ് ഫോം ഫില്ലിംഗ്, എല്ലാം കാര്യങ്ങൾ അവിടെ നിന്നാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ഇതിനൊന്ന് ഇഗ്നോർ ചെയ്യല്ലേ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇത് മറക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പണി വേറെ പണിയാണ്. ഞാൻ പറഞ്ഞുതരാം. SSCയുടെ എക്സാംസിന് ഇപ്പോൾ റീസെൻ്റ്ലി പല സ്റ്റുഡൻസിന് എന്താണ് പറ്റിയത്, അവർ ലാസ്റ്റ് ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് ഡേ ആണ് അവർ ഓർമ്മിച്ചത്, അപ്പോൾ സെർവർ ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേ റഷ് ഒരിക്കലും ചെയ്യരുത്. ഈ എക്സാമിനേഷൻസിൽ അവർ പറയുന്ന കാര്യമാണ്, ലാസ്റ്റ് ഡേ റഷ് ഒരിക്കലും ചെയ്യരുത്. ഇറ്റ് ഇസ് നോട്ട് എ അഡ്വൈസബിൾ തിങ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫോം നിറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിറയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നത് 31st ജൂലൈനാണ്. ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1st ഓഗസ്റ്റിനാണ്. 1st ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ എന്താണ് 21st ഓഗസ്റ്റ് വരെ ടൈം ഉണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ. 21st ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, കണ്ടക്ട് ചെയ്യണമെന്നാണ് നമ്മൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ. നമ്മൾ ചില കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കിട്ടും. പിന്നെ ഇതെന്താണ്, IBPS ക്ലർക്ക് പ്രിലിംസ് എക്സാം ഡേറ്റ് വരുന്നത് എപ്പോഴാണ്, 4th, 5th, 11th ഒക്ടോബർ. 3 ദിവസമായിട്ടാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യണം പല സെൻറ്റേഴ്സിലായിട്ട്. ഓക്കെ, പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണ്, ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും. എന്നാൽ അഗ്രിഗേറ്റ് ഞാൻ ഒരു കൺഫേം ഡേറ്റ് പറയുന്നില്ല, ഒരു ഒക്ടോബർ നവംബർ മാസത്തിന് ഇടയ്ക്കായിരിക്കും വരിക. പിന്നെ ഇതിൻ്റെ ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത്, 29th നവംബർ 2025. 29th നവംബർ 2025 കറക്റ്റ് ഡേറ്റ് ഉണ്ട് നിങ്ങളിൽ. പിന്നെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ആവുന്നത് മാർച്ച് 2026. വളരെയധികം ഫാസ്റ്റ് ആണ്. 1 year കംപ്ലീറ്റ്ലി ഒരിക്കലും എടുക്കില്ല ഈ എക്സാമിന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർച്ചിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്താണ്, മാർച്ചിൽ നിങ്ങൾക്ക് എന്താണ് അലോട്ട്മെന്റ് കിട്ടും. ഓക്കെ, പ്രൊവിഷണൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് എൻറ്റയർലി നമ്മൾ ഈ ഡേറ്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി എക്സാം പാറ്റേണിലോട്ടൊന്ന് ജമ്പ് ചെയ്യാം. പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഞാൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചും പറഞ്ഞുതരാം. പ്രിലിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിലിംസിൽ പാറ്റേണിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, പ്രിലിംസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 30 തന്നെ മാക്സിമം മാർക്ക്, 20 മിനിറ്റ്സ്. എല്ലാത്തിനും 20 മിനിറ്റ്സ് വെച്ചാണ് 1 hourന്റെ എക്സാം ആണ്. ഓക്കെ, ടോട്ടൽ 100 മാർക്സ് ആണ്.
ഇംഗ്ലീഷ് 30 മാർക്കിനായിരിക്കും, 30 മാർക്സിനായിരിക്കും. ന്യൂമറിക്കൽ എബിലിറ്റി ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ്, അതിൻ്റെ DI. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ DI ആ ഒരു ആസ്പെക്ട്. ഓക്കെ, 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 35 മാർക്സ് ഉണ്ടാവും. പിന്നെ റീസണിങ് എബിലിറ്റിയും നമ്മളെന്താണ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ്. ഇതാണ് നമ്മൾ പ്രിലിംസിന്റെ പാറ്റേൺ. ഓക്കെ, പ്രിലിംസിൽ ഈ രീതിയിൽ 3 പേപ്പർ ഉണ്ട്, 20 മിനിറ്റ്സിന്റെ. എന്നിട്ട് ഇംഗ്ലീഷിന് 30 മാർക്സ്, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 മാർക്സ്, റീസണിംഗ് 35 മാർക്സ്. ടോട്ടൽ 100 മാർക്സിനുള്ള പേപ്പറാണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയം കിട്ടണം. 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. മെയിൻസിന്റെ വന്നിട്ട് റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, കുറച്ച് എന്താണ് ഷോർട്ട് കീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. പിന്നെ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ആപ്പിനകത്ത് റെസൊല്യൂട്ട് അക്കാഡമി ഒഫീഷ്യൽ നമ്മളെ പ്ലേ സ്റ്റോറിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എത്രയാണ്? 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം നമ്പർ എത്രയാണ്? മാർക്സ് 60 മാർക്സ് ആണ് ഉള്ളത്. മാക്സിമം മാർക്സ് 60 ആണ്. എന്നിട്ട് എത്ര ഡ്യൂറേഷൻ കിട്ടും നിങ്ങൾക്ക്? 35 മിനിറ്റ്സിന്റെ ടൈം ഡ്യൂറേഷൻ കിട്ടും. ഓക്കെ, 40 ക്വസ്റ്റ്യൻസ് 35 മിനിറ്റ്സ് 60 മാർക്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 40 മാർക്സ് തന്നെയാണ്, 35 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ഈ ക്വസ്റ്റ്യൻസിലുള്ള പാരഗ്രാഫ്സ് നമ്മളെ പാസേജസ് ഒക്കെ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ടൈം ഇത്ര ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഓക്കെ, ടൈം അത്യാവശ്യം കുറവെന്ന് തന്നെ കണക്കാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്സ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക്. 30 മിനിറ്റ്സേ ഉള്ളൂ അതിന്. ഓക്കെ, ഇതിൽ DI കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ജനറൽ ആൻഡ് ഫൈനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് അവയർനെസ്, പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷന്, കറണ്ട് അഫയേഴ്സ്. ഫൈനാൻഷ്യൽ അവയർനെസ് ബേസ് നമ്മളെ ഇക്കണോമിയുടെ കുറച്ച് ആസ്പെക്ട്സ് ലൈക്ക് RBIന്റെ കുറച്ച് സർക്കുലർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 40 മാർക്സ് ആണ്, ഇപ്പം 155 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, 155 ക്വസ്റ്റ്യൻസ് ആണ്, എന്നിട്ട് 200 മാർക്സിനാണ്, എന്നിട്ട് 120 മിനിറ്റ്സിനാണ്. ആദ്യം ഇതെല്ലാം കൂടുതലായിരുന്നു. ഓക്കെ, മാർക്സ് അല്ല, നമ്മളെ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു, ടൈമും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമായിരുന്നു. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ 2 മണിക്കൂർ ആക്കിയിട്ടുണ്ട്, ആദ്യം 2.5 മണിക്കൂറായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ്റെ നമ്പറും കുറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദർ ഈസ് എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ, ടൈമും കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച്, ബട്ട് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ലെവലൊന്നും മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കേണ്ടത് ഫൈനൽ കാൽക്കുലേഷൻ, നമ്മളെ മെയിൻസിന്റെ സ്കോർ ഫൈനലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഫൈനൽ സ്കോർ ഓഫ് IBPS ക്ലർക്ക് എക്സാം ഇസ് കാൽക്കുലേറ്റഡ് കീപ്പിംഗ് ഇൻ ഫോളോയിങ് പോയിന്റ്സ് ഇൻ ദ മൈൻഡ്. എന്താണ്? മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ പ്രിലിമിനറി എക്സാം ഫസ്റ്റ് ഫേസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ഫൈനൽ സിലെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫേസ് ദാറ്റ് ഈസ് പ്രിലിമിനറി എക്സാം എന്താണ്? വെറും ക്വാളിഫയിങ് നേച്ചറാണ്. നിങ്ങൾ ക്വാളിഫൈ ആവണം, അതിൻ്റെ സ്കോർ ഫൈനലി എന്ത് ചെയ്യില്ല, ആഡ് ആവില്ല. ഓക്കെ, അടുത്ത് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്വാളിഫൈ ഫോർ ഫേസ് 2 ടു ബി എലിജിബിൾ ഫോർ ഫൈനൽ മെറിറ്റ്. ഓക്കെ, ഫേസ് 2ൽ അവരെന്ത് ചെയ്യണം? ക്വാളിഫൈ ആവണം. ഓക്കെ, കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ കട്ട് ഓഫ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൂടെ നോക്കാം. The aggregate score out of 100 is used for the final merit list for each category students. Okay, അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ 200 മാർക്സിന്റെ എക്സാം ആണെങ്കിലും അതിനെ അവരെന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 2 ചെയ്യും, എന്നിട്ട് 100 മാർക്സിന്റെ അഗ്രിഗേറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണത്. അത് മറക്കല്ല്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 മാർക്കിന്റെ പേപ്പർ ആണെങ്കിലും മെയിൻസ് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മാർക്കിനാണ് നിങ്ങൾക്ക് എന്താണ് ഫൈനൽ കട്ട് ഓഫ് റിലീസ് ചെയ്യണത്. ഓക്കെ, ഫൈനൽ കട്ട് ഓഫ് അതിൻ്റെ ബേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ 200 മാർക്കിന് 71 അല്ലെങ്കിൽ 81 ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ഒത്തിരി കുറവാണോ കട്ട് ഓഫ് എന്ന് തെറ്റിദ്ധരിച്ചു പോകില്ല. അത് 100 മാർക്കിനാണ് അവർ കൺസിഡർ ചെയ്യണത്. അതിനുശേഷമാണ് നിങ്ങൾ സിലക്ട് ആവുന്നത്. ഓക്കെ, ഇനി സിലക്ട് ആയതിനു ശേഷം ആ ഒരു ഇതിൽ ക്വാളിഫൈ ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് വരുന്നത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അല്ലേ, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം സപ്പോസ് നിങ്ങളിപ്പം കേരളത്തിലുള്ള ആളാണെന്ന് വെച്ചോ, നിങ്ങൾ എന്ത് ചെയ്ത് UP ആണ് നിങ്ങൾ എന്താണ് സെൻറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോയി എഴുതാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് എഴുതിക്കോണം. കാരണം വേക്കൻസി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ അവിടത്തേക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് പോസ്റ്റ് നിറച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വേണം എന്ന് നിങ്ങളെ പ്രെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ദാറ്റ് ഈസ് ഹിന്ദി നിങ്ങൾക്ക് വായിക്കാൻ അറിയായിരിക്കണം, എഴുതാൻ അറിയായിരിക്കണം, സംസാരിക്കാൻ അറിയായിരിക്കണം. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അതിനെയാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ് സംഭവിക്കണം നോക്കാം. ഈ ടെസ്റ്റിൽ എക്സാം എന്താണ് വെർബൽ ഫോമിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇഫ് സപ്പോസ് എന്നാൽ കോംപ്രിഹെൻഷൻ നിങ്ങൾക്കൊരു റീഡിങ് കോംപ്രിഹെൻഷൻ തരും, അത് വായിക്കാൻ പറയും നിങ്ങളോട്. ഓക്കെ,
റീഡ് ചെയ്യാൻ പറയും. പിന്നെ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു റൈറ്റ് ദ പാരഗ്രാഫ് ഇൻ ലോക്കൽ ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വരും, അതിനെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതേണ്ടി വരും. ദാറ്റ് ഈസ് റൈറ്റിംഗ് സ്കിൽ നിങ്ങളെ ചെക്ക് ചെയ്യും. പിന്നെ കാൻഡിഡേറ്റ്സ് വിൽ റീഡ് ദ ലോക്കൽ ലാംഗ്വേജ് പ്രൊവൈഡഡ് ബൈ ദ മാനേജ്മെന്റ്. അവർ എന്തെങ്കിലും ഒരു ആർട്ടിക്കൽ അല്ലെങ്കിൽ ന്യൂസ് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് തരും പീസ്, അത് നിങ്ങൾ വായിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ കാൻഡിഡേറ്റ്സ് വിൽ ബി ഏബിൾ ടു സ്പീക്ക്, റൈറ്റ് ആൻഡ് റീഡ് ദ ലോക്കൽ ലാംഗ്വേജ്. ഇഫ് ദ കാൻഡിഡേറ്റ് ഫെയിൽസ് IBPS clerk language proficiency test, there is a chance of cancelling application. കുറച്ച് വേറെ കണ്ടീഷൻസ് ഉണ്ട്, ബട്ട് അവിടെ ചാൻസസ് ഉണ്ട് നിങ്ങളെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവാം അവിടെ. പക്ഷേ അത്രയ്ക്കും സ്ട്രിക്ട്ലി അല്ല നോക്കണമെന്നാണ് നോർമലി പറയുന്നത്. ഓക്കെ, യു യൂഷ്വലി ഗെറ്റ് ത്രൂ ഇറ്റ്, ബട്ട് ഫെയിൽ ആയവരും ഉണ്ട്, ഡിസ്ക്വാളിഫൈ ആയ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ്ലി ഒരിക്കലും എടുക്കരുത്. അതുകൊണ്ട് അവരെ എക്സാം അല്ലെങ്കിൽ IBPS ക്ലർക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ലോക്കൽ ഏരിയയിലാണ് സെർവ് ചെയ്യണം. ക്ലർക്ക് എന്താണ് ചെയ്യണത്? ക്ലർക്കാണ് ആക്ച്വലി കസ്റ്റമേഴ്സിനോട് ഫേസ് ടു ഫേസ് വരുന്നത് അല്ലേ, മേജർലി. അതുകൊണ്ട് തന്നെ ക്ലർക്കിന് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയാതിരിക്കണം, ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി. അത് ആണ് അവരിവിടെ നോക്കണത്. ഓക്കെ, അപ്പോൾ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിലാണ്, നിങ്ങൾ തമിഴ്നാടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് നിങ്ങൾക്ക് അറിയാതിരിക്കണം, എഴുതാനും വായിക്കാനും സംസാരിക്കാൻ അറിയാതിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കർണാടകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡ നിങ്ങൾക്ക് അറിയാതിരിക്കണം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ. ഓക്കെ, അതൊരു ആസ്പെക്റ്റ് ഉണ്ട്. ഇനി അടുത്ത് ഇത് നമ്മൾ പറഞ്ഞ് ഇനി സാലറിയുടെ കാര്യം പറയാം. സാലറി അത്യാവശ്യം നല്ല സാലറിയാണ്. ഇപ്പം 2025 കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഞാൻ ഇതൊന്നും പറയാനില്ല, ഇതൊന്നും നോക്കിയാൽ അത് ബേസിക് പേയുടെ കാര്യമാണ്. 24,050 തൊട്ട് സ്റ്റാർട്ട് ആയിട്ട് എന്നിട്ട് 64,480 വരെ പോകും. ഓക്കെ, അപ്രോക്സിമേറ്റ് സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഗ്രോസ് സാലറിയാണ് 46,890. വേരി ചെയ്യും കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ വേരി ചെയ്യും. കാരണം അവിടുത്തെ ഡിയറൻസ് അലവൻസ് അല്ല, ഹൗസിംഗ് അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് ഉണ്ട്. അതിൻ്റെ ബേസിൽ വേരി ചെയ്യും. ഓരോ ടിയറിൽ നിങ്ങൾക്ക് എവിടെയാണ് പോസ്റ്റിംഗ് വരണം അതനുസരിച്ച് വേരി ചെയ്യും. എന്നിട്ട് ഈ സാലറി ഇൻ ഹാൻഡ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 42,000 to 43,000 അങ്ങനത്തെ ഒരു റേഞ്ചിൽ വരും. നല്ല അത്യാവശ്യം നല്ല സാലറി തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഗുഡ് പോസ്റ്റ് അല്ലേ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് എച്ച് ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും സാലറി വൈസ് അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, നിങ്ങളൊരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യണത്, അതേ പോസ്റ്റിൽ ക്ലറിക്കലിന് വളരെയധികം കുറവായിരിക്കും ശമ്പളം കിട്ടുന്നത്. അതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇരട്ടി കൂടുതലാണ് ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ബാങ്ക്സിൽ കിട്ടുന്നത് അല്ലേ, ഈ എക്സാമിൻ്റെ ത്രൂ എഴുതുമ്പോൾ കിട്ടുന്നത്. വളരെയധികം ബെനിഫിഷ്യലാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ പോസ്റ്റിംഗിൻ്റെ കാര്യം, ഇത് വളരെയധികം വലിയ ലിസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് വെറും മേജർ വേക്കൻസീസേ പറയാനുള്ളൂ, ചെറിയ വേക്കൻസീസ് പറയണില്ല. ഇപ്പോൾ മേജറിൽ ആന്ധ്രാപ്രദേശിൽ വരികയാണെങ്കിൽ 367 വേക്കൻസീസ് ഉണ്ട് ആന്ധ്രാപ്രദേശിൽ. പിന്നെ വരുന്നത് ആസാമിൽ 204, അതൊന്നും പോയി എഴുതരുത്, ഒരുപാട് നിങ്ങൾക്ക് പാടാവും, ബുദ്ധിമുട്ടാവും. ഓക്കെ, ബീഹാറിലുണ്ട് 308 ഉണ്ട്. പിന്നെ ഛത്തീസ്ഗഡിൽ 214 ഉണ്ട്. പിന്നെ ഡൽഹിയിൽ 416 ഉണ്ട്. ഡൽഹിയിൽ 416 ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് കർണാടകയിലാണുള്ളത് ഇപ്പം അല്ലേ, കർണാടകയിലല്ല ഉത്തർപ്രദേശിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത പറഞ്ഞാൽ ഗുജറാത്തിൽ 753 വേക്കൻസീസ് ഉണ്ട്. ഗുജറാത്തിൽ 753. പിന്നെ നമുക്ക് വന്നിട്ട് ജാർഖണ്ഡിൽ പോട്ട് നമ്മൾ കർണാടകയിൽ 1,170 ആണുള്ളത് വേക്കൻസി. ഓക്കെ, ആർക്കും കന്നഡയൊക്കെ നല്ലതായിട്ട് അറിയാമെങ്കിൽ, മലയാളി ആയിരുന്നാലും കന്നഡയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ തെറ്റുന്നില്ല. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, കന്നഡ പല ആൾക്കാരും എന്ത് വിചാരിക്കും, ആ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്നാൽ മെയിൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പഠിച്ചെടുക്കാം, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ മാത്രമായിരിക്കില്ല ഒറ്റയ്ക്ക് അവിടെ പോയി എഴുതാൻ പോകണം. നിങ്ങൾക്കൊന്നും എനിക്കൊരു അപ്പർ എഡ്ജ് കിട്ടുമെന്ന് അങ്ങനെ അല്ല. ഓക്കെ, പലപ്പോഴും തമിഴ്നാട്ടിൽ പോയി എഴുതാമെന്ന് വിചാരിക്കും ആൾക്കാർ, ബട്ട് അവർ വിചാരിക്കും അപ്പർ എഡ്ജ് കിട്ടുമെന്ന്. അങ്ങനെ തന്നെ എല്ലാവരും വിചാരിച്ച് പോയി അവിടെ ഫോം ഫില്ല് ചെയ്യും, കാരണം അവിടെ വേക്കൻസി കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കേരളയുടെ കാര്യം പറയുകയാണെങ്കിൽ 330 ആണ് ടോട്ടൽ വേക്കൻസി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ SC ST OBC പിന്നെ EWS എല്ലാവരും ഉണ്ട്. ജനറലിന് 181 വേക്കൻസി ഉണ്ട്. ഓക്കെ, ഇപ്രാവശ്യം കൂടുതലുണ്ട്, 181 വേക്കൻസി ഉണ്ട്. പിന്നെ SCക്ക് 33 വേക്കൻസിയാണ്, STക്ക് 1 വേക്കൻസി ഉള്ളൂ, OBCക്ക് 82 വേക്കൻസി ഉണ്ട്. EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിന് 33 വേക്കൻസി ഉണ്ട്. എന്നിട്ട് ജനറലിന് 181 വേക്കൻസീസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ അഗൈൻ ഹിന്ദി ആയിരിക്കണം, നിങ്ങൾക്ക് അറിയാം, 601 ഉണ്ട്. മഹാരാഷ്ട്രയിൽ 1,117 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഒഡീസയ്ക്ക് ഉണ്ട് 249, പഞ്ചാബ് 276, പിന്നെ രാജസ്ഥാൻ 328, തമിഴ്നാട് 894 ഉണ്ട്. കേരളത്തിന് എന്തായാലും കൂടുതലാണ്. ഓക്കെ, അവിടെ പിന്നെ തെലങ്കാനയിൽ 261 ഉണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്, 1,315. സ്വാഭാവികമാണ്, ഇത്ര വലിയൊരു സ്റ്റേറ്റാണ്, ഒരുപാട് വേക്കൻസീസ് വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് നിങ്ങൾക്ക് വന്നിട്ട് 10,227 ആണ്. പിന്നെ ഇവിടെ നമുക്ക് SC കമ്മ്യൂണിറ്റിക്ക് വരുന്ന വേക്കൻസീസ് എത്രയാണ്? 1,550, STക്ക് 813, പിന്നെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് OBCക്ക് വരുന്നത് 2,271, ഇക്കണോമിക്കൽ വീക്കർ സെക്ഷൻ 972, പിന്നെ ഓവറോൾ ജനറലിന് വേക്കൻസി വരുന്നത് 4,671 വേക്കൻസീസ് ആണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഓവറോൾ വേക്കൻസീസ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഏത്
സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതാണ് ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുന്നത്. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 5 ഇയേഴ്സിൻ്റെ ഇതുണ്ട്. പിന്നെ OBC നോൺ ക്രീമി ലെയറിലുള്ളവർക്ക് 3 ഇയേഴ്സിൻ്റെ വേക്കൻസി അല്ല, ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ PWD കാറ്റഗറിയിൽ 10 ഇയേഴ്സ് വരെയുള്ള വേക്കൻസി ഉണ്ട്. വേക്കൻസി അല്ല, റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് സർവീസ് മാൻ ആണ് അല്ലെങ്കിൽ ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻഡേർഡ് ഇൻ ദ ഡിഫൻസ് ഫോഴ്സ് പ്ലസ് 3 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ അവർ 15 വർഷമാണ് സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 വർഷം കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് റിട്ടയർഡ് ആവണം. അതിൻ്റെ അനുസരിച്ച് അവർക്ക് ഏജ് ലിമിറ്റ് കൊടുക്കും. അത് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണ്? 50 ഇയേഴ്സ്. 50 ഇയേഴ്സ് വരെയാണ് ഒരു മാക്സിമം ഏജ് ലിമിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ അതിനകത്ത് ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട് 8 ഇയേഴ്സിൻ്റെ. ഈ പ്ലസ് 3 ഇയർ എന്ന് പറഞ്ഞത് 8 ഇയേഴ്സ് ആയിട്ട് വരും. ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ബിലോങ്ങിങ് ടു SC/ST കമ്മ്യൂണിറ്റി, അങ്ങനത്തെ ആയിരിക്കും കുറച്ചുകൂടെ ഏജ് റിലാക്സേഷൻ. പിന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ആൻഡ് വിമൻ ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ് ഹു ഹാവ് നോട്ട് റീമാരീഡ്, അങ്ങനത്തെ ആയിരിക്കും 35 ഏജ് കൺസെഷൻ അപ് ടു ഏജ് ഓഫ് 35 ഫോർ ജനറൽ EWS, പിന്നെ 38 ഇയേഴ്സ് ഫോർ OBC, എന്നിട്ട് 40 ഇയേഴ്സ് ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഏജ് റിലാക്സേഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 ഏജ് റിലാക്സേഷൻ്റെ കാറ്റഗറീസ് നമ്മൾ IBPSൻ്റെ എക്സാമിൽ കാണപ്പെടും. ഓക്കെ, ഇനി ഇതാണ് 11 ബാങ്ക്സ് വിച്ച് ആർ ഫോർ വിച്ച് യു ആർ ഗോയിങ് ടു കോമ്പീറ്റ്. ഓക്കെ, ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. മോസ്റ്റ്ലി ആൾക്കാർ കാനറ ബാങ്ക് അങ്ങനത്തെ വലിയ വലിയ ബാങ്ക്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യണത്. ഓക്കെ, ബട്ട് എല്ലാ ബാങ്കും നല്ലതാണ്. ഓക്കെ, ഏത് കിട്ടിയാലും, സെൻട്രൽ ബാങ്ക് ആയാലും നമ്മളെ സ്റ്റുഡൻസ് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട്. ഓക്കെ, സോ ഈ ഒരു ആസ്പെക്റ്റ് നിങ്ങൾ നോക്കുക. ഇനി എന്താണ് ജോബ് പ്രൊഫൈൽ? നിങ്ങൾ അവിടെ പോകണമെന്നറിയാം, ക്ലർക്ക് ജോബ് കിട്ടി, നല്ലതായി, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ജോബ് പ്രൊഫൈൽ അറിയണം. എന്താണ് നിങ്ങൾ അവിടെ പോയി പണി ചെയ്യാൻ പോണത്? ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് ഡോക്യുമെന്റേഷൻ. നിങ്ങൾ അവിടെ ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാങ്കിൽ പോകുകയാണെങ്കിൽ, ഒരു അക്കൗണ്ട് തുറക്കാൻ പോകണമെങ്കിൽ അവർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണതാണ് ക്ലർക്സ് ആണ്. അവരെന്ത് ചെയ്യും? നിങ്ങൾ ID പ്രൂഫ് ഇത് വെച്ച് ക്രോസ് വെരിഫൈ ചെയ്ത് ചെയ്യുന്ന സംഭവം അതാണ് ഇവിടെ പറയണത്. വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് ഡോക്യുമെന്റ്സ് ആൻഡ് പ്രൂഫ് സബ്മിറ്റഡ് ബൈ ദ കസ്റ്റമേഴ്സ്. റെസ്പോൺസിബിൾ ഫോർ ക്യാഷ്, ബാങ്ക് ക്യാഷ്, വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആൻഡ് കീസ് എക്സെട്ര. അപ്പോൾ അവരെ കുറേ കീസും കൊടുത്തേക്ക്, കേസ് മീൻസ് ലോക്കറിൻ്റെ ആയിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരിൽ കാണും. അത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്, പണി കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിക്കാതിരുന്ന. പിന്നെ സാങ്ഷനിങ് ഓഫ് വിഡ്രോവൽസ് ബൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമർ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, വിഡ്രോവൽ സ്ലിപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ഒരു പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് തരും. മെയിൻറ്റെയിനിങ് വേരിയസ് ഡോക്യുമെന്റ്സ് ഓഫ് ദ ബാങ്ക്, ബാലൻസ് ഷീറ്റ്, ലെജർ, പിന്നെ റിസോൾവിംഗ് വേരിയസ് ഇഷ്യൂസ് ഓഫ് കസ്റ്റമറിന് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യണുണ്ട്, സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പൈസ കട്ടായെന്ന് പറയുമ്പോൾ എല്ലാം അവർ റിസോൾവ് ചെയ്യാൻ അവരെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇഷ്യൂ ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DD, ബാങ്ക് അക്കൗണ്ട് ഫോർ കസ്റ്റമേഴ്സ്, ക്യാഷ് റിസീറ്റ്സ്, ഇതെല്ലാം നോർമൽ കാര്യം. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ലേറ്റസ്റ്റ് സ്കീംസ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്, ഇതും ക്ലർക്കിന്റെ പണിയാണ്. ഓക്കെ, അത് ചെയ്യേണ്ടി വരും. പിന്നെ ഗൈഡിങ് കസ്റ്റമേഴ്സ് റിലേറ്റിംഗ് ടു വേരിയസ് ബാങ്കിങ് ആക്ടിവിറ്റീസ്. വേരിയസ് ബാങ്ക് ആക്ടിവിറ്റീസിൻ്റെ എന്താണ് ഓരോരോ പുതിയ ലോണിൻ്റെ സ്കീം വരിക, എന്തെങ്കിലും അങ്ങനത്തെ പുതിയ കാര്യം ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ ഗൈഡ് ചെയ്യുക. അതിൽ അറ്റൻഡിങ് ട്രഷറി വർക്ക്സ്, പിന്നെ അപ്ഡേറ്റിംഗ് പാസ്ബുക്സ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. നിങ്ങൾ പാസ്ബുക്ക് കൊണ്ടുകൊടുത്താൽ അവരെന്ത് ചെയ്തും പ്രിന്റ് ചെയ്ത് തരും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ റിസോൾവിംഗ് ക്വയറീസ് ഓഫ് ദ കസ്റ്റമർ, മെസ്സലേനിയസ് സ്റ്റാക്ക്, വേറെ കുറേ അലറച്ചില്ലറ പണികൾ കാണും. ഇതാണ് എന്താണ് പറയുന്നത് ഓവർവ്യൂ. എന്താണ് നിങ്ങളൊരു IBPS ക്ലർക്ക് പോസ്റ്റിലുള്ള ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്ന ജോബ്സ് അല്ലേ. നല്ലൊരു അത്യാവശ്യം നല്ല ജോബാണ്. ഓക്കെ, അപ്പോൾ ജോബുമാണ്, നല്ല ജോബുമാണ്, റെസ്പെക്റ്റബിളും ആണ്, പിന്നെ നിങ്ങൾക്ക് നല്ല സാലറി പാക്കേജും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യരുത് ലാസ്റ്റ് ഡേറ്റ് വരെ, ഫോം ഫില്ല് ചെയ്യുക. പിന്നെ നമ്മളെ റെസൊല്യൂട്ട് അക്കാഡമി ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രീ മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ടെസ്റ്റ് പേപ്പർ സീരീസും കിടപ്പുണ്ടാവും IBPS ക്ലർക്കിൻ്റെ, അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മളെ കോഴ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. 799 rupees ഓൺലിയാണ്. ഓക്കെ, ഈ IBPS ക്ലർക്കിൻ്റെ കോഴ്സ് 799 rupees ലൈവ് കോഴ്സാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നേക്കാം. അതിൽ നോക്കിയിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ പ്രോസസ്സ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ആപ്പിൻ്റെ ത്രൂ അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എല്ലാം ബേസിക് ലെവൽ തൊട്ട് ഹയർ ലെവലുള്ള എല്ലാം എന്താണ് ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കിപ്പം ഈ ഒരു എക്സാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം ഇനിയും എക്സാംസ് വരാനുണ്ട്. അതുകൊണ്ട് പ്രിപ്പറേഷന് നല്ല ഒരു ഫ്ലോയിൽ അങ്ങ് കൊണ്ടുപോകുക, ഒരിക്കലും ബ്രേക്ക് വരാതെ നോക്കുക. ഓക്കെ, സോ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.